നമസ്കാരം, ഏവർക്കും ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്ത് പിന്നണിയിലുണ്ട്. നമസ്കാരം ജി. നമസ്കാരം ഷൈജു സാറേ, നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? വളരെ സുഖമാണ് സാറേ. ഇന്നലെ വൈകിട്ട് ഏതോ ഒരു ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നു, എനിക്കൊന്ന് റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു. ആ ചാനലില് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, സംസ്ഥാനത്തെ സെക്കൻഡ് ഇൻ കമാൻഡ് പോലീസ് ചീഫ്, മുൻകാല ലോ ആൻഡ് ഓർഡറിൽ പ്രവർത്തിച്ച MR അജിത് കുമാർ സാറിന്റെ ഒരു ന്യൂസ് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടാണല്ലോ. ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചു പോലും ട്രാക്ടറിൽ യാത്ര ചെയ്യുകയുണ്ടായി. സാറേ, അത് എന്ത് സന്ദേശമാണ് കേരളത്തിന് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയേണ്ടത്. നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കുകയും നേരായ മാർഗത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിയമപാലനം നടത്തുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. ശരിക്കും ട്രാക്ടറുകൾ ശബരിമല യൂസ് ചെയ്യുന്നത് അങ്ങോട്ടുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഒരു അത്യാഹിതം സംഭവിച്ച ഒരു തീപിടുത്തം, അതും പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാം. അല്ലാതെ ഒരു കാരണവശാലും ഒരു പേഴ്സണലായിട്ടുള്ള ഒരു യൂസിന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും. സമൂഹം ആ രീതിയിൽ തന്നെ ശക്തമായി പ്രതികരിക്കും. പക്ഷെ നമ്മുടെ ചാനലുകൾ പോലും ആ പേര് ആദ്യം പറയാൻ എന്തുകൊണ്ട് മടിച്ചു എന്നുള്ളത് വലിയൊരു അവരുടെ ഒരു ഫോൾട്ട് തന്നെയാണ്. കാരണം മാധ്യമങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കേണ്ട, അതുപോലെ തന്നെ അധികാരികൾ തെറ്റ് ചെയ്ത് കാണിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ അവർ പോലും ഇത് മൂടി വയ്ക്കാനല്ലേ ശ്രമിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു പോകുന്നു. ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്, പല മാധ്യമങ്ങളുടെ ക്യാപ്ഷനുകളിൽപ്പെട്ട ഒരു വാക്കാണ് നേരറിയാൻ, നേരത്തെ അറിയാൻ, അല്ലെങ്കിൽ അറിയാനും അറിയിക്കാനും, സത്യം അറിയാനും അറിയിക്കാനും. ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ ക്യാപ്ഷൻ. സത്യത്തിൽ ഇന്നലെ വൈകിട്ട് ഈ ചാനൽ, റിപ്പോർട്ടർ ചാനലിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥൻ. സത്യത്തിൽ പേര് ഉൾപ്പെടെ വെളിപ്പെടുത്തേണ്ടതല്ലേ ഇങ്ങനെ ഒരു ന്യൂസ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ? തീർച്ചയായും അങ്ങനെ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. നമ്മൾ മുമ്പൊരു ചാനലിൽ താങ്കളും നമ്മളുമായിട്ട് സംസാരിച്ച ഒരു കാര്യത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, നമ്മൾ പഴകിയ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള റെയ്ഡുകളും കാര്യങ്ങളും നടക്കുമ്പോൾ ആ ഹോട്ടലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ സത്യസന്ധമായ ന്യൂസ് വെളിപ്പെടുത്തുന്നു. പക്ഷെ അവർ പല സാഹചര്യങ്ങളിലും കൃത്യമായി ആരാണ് ഇത് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നോ കൃത്യമായ ഒരു ന്യൂസ് അല്ല നമുക്ക് തരുന്നത്. ഇതിന്റെ ഒരു രസം എന്താ മനസ്സിലായി? ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ. ഇതിന്റെ ഒരു രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഹൈക്കോടതി വിധി, കേരളത്തിന്റെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതി വിധി നിലവിൽ നിൽപ്പുണ്ട്. 12 വർഷം മുമ്പുള്ള നിലവിൽ നിൽപ്പുണ്ട്. ഇവര് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് സാർ വിചാരിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതോ അദ്ദേഹത്തിന് ഒരു നവഗ്രഹ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് പോയി, അദ്ദേഹത്തിന് പ്രൈവറ്റ് ആയിട്ട് പോയി തൊഴാൻ വേണ്ടിയാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഓർമ്മ. ശരിക്കും പറഞ്ഞാൽ കോടതികളെ ലംഘിക്കുകയാണ്, കോടതി വിധികളെ ലംഘിക്കുന്ന ഒരു നടപടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ ശക്തമായി തന്നെ അതിനെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നു, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ മാധ്യമങ്ങളും എന്തൊക്കെയോ ഒളിച്ചു വെച്ചുകൊണ്ട് അവിടെ ഒരു വ്യക്തി ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത സാധനങ്ങളാണ് അവസാനം വെളിയിൽ വന്നത്. ഈ മാധ്യമം ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകണം. തീർച്ചയായും അല്ലേ? അതെ, അങ്ങനെ പ്രതിപക്ഷമായി തന്നെ ഇരിക്കണം. അവരാരും സപ്പോർട്ട് ചെയ്യേണ്ട. അവരുടെ ഉള്ളിൽ രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടാവും. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യേണ്ട. നേരറിയാൻ, നേരത്തെ അറിയാൻ, അതായത് മാധ്യമങ്ങൾ കറക്റ്റ് സത്യങ്ങൾ അറിയുകയും അത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യേണ്ട ഒരു ചുമതലയാണ്, ഇല്ലേ സാറേ? തീർച്ചയായും. പക്ഷെ മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്ന മാതിരി തന്നെ മാധ്യമങ്ങൾക്ക് തീർച്ചയായും എല്ലാ സ്വാതന്ത്ര്യം കിട്ടേണ്ടതുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം അവർ ആസ്വദിക്കുന്ന കൂടെ തന്നെ അവർ നമ്മുടെ സർക്കാർ സംവിധാനത്തോട് വിമർശിച്ചും സർക്കാർ സംവിധാനങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ, സർക്കാരിന്റെയും, അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ കൃത്യമായ ഒരു ജനങ്ങൾക്ക് അവബോധം കൊടുത്തുകൊണ്ട് നമ്മുടെ അധികാരികൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു നടപടികളുമായിട്ട് മാധ്യമങ്ങൾ വരണം. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു.